എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന എല്ലാവിധ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതായത് പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയങ്ങൾ: ഇപ്പോൾ നൽകാത്ത ഓപ്ഷൻ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നൽകാൻ പറ്റുമോ? അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമോ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമോ നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുള്ള ഓപ്ഷനുകൾ ആഡ് ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെറിറ്റ് കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, അതുപോലെ തന്നെ ഈ ഒരു 2 വീതം സീറ്റുകൾ ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീസ് വരിക? അതുപോലെ SC ST OEC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് എത്ര രൂപയാണ് അഡ്മിഷൻ ടൈമിൽ ഫീസ് വരിക എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന എല്ലാവിധ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാം. അതുപോലെ റാങ്ക് വളരെയധികം കുറവുള്ള വിദ്യാർത്ഥികൾ എങ്ങനെ ഓപ്ഷൻ നൽകണം എന്നുള്ളതും ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്ഷൻ നൽകാം. ഇപ്പോൾ നിലവിൽ ഏകദേശം കുറേ കോളേജുകൾ വന്നിട്ടുണ്ട്. അത് നഴ്സിംഗ് കോളേജുണ്ട്, അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്, അതായത് പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളുണ്ട്, അതായത് MLT, അതുപോലെ തന്നെ ഈ ഒരു BPT, അതുപോലെ ഈ ഒരു ഒക്കുപ്പേഷണൽ തെറാപ്പി, ഇതുപോലെ കുറേ കോഴ്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഏതൊക്കെ കോളേജുകളാണ് അതുപോലെ തന്നെ ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏതൊക്കെ കോളേജിലേക്ക് ഓപ്ഷൻ നൽകണം, ഏതൊക്കെ കോഴ്സുകളിലേക്ക് ഓപ്ഷൻ നൽകണം എന്നുള്ളത് ഒരു പ്രയോറിറ്റി തയ്യാറാക്കുക. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ നഴ്സിംഗ് ആണ് പഠിക്കാൻ താല്പര്യം ഉള്ളതെങ്കിൽ, ഇപ്പോൾ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലാണ് അഡ്മിഷൻ എടുക്കാൻ കൂടുതൽ താല്പര്യം ഉള്ളതെങ്കിൽ ആദ്യം എല്ലാ ഗവൺമെൻറ് കോളേജുകളിലേക്കുമുള്ള ഓപ്ഷനുകൾ സമർപ്പിക്കുക. അതായത് എല്ലാ കോളേജിലേക്കുമുള്ള ഓപ്ഷനുകൾ ആ ഒരു ക്രമ നമ്പറിൽ പ്രയോറിറ്റി ബേസിൽ നൽകുക. അതിനുശേഷം മാത്രം വിദ്യാർത്ഥികൾ പിന്നീട് സെൽഫ് ഫിനാൻസ് കോളേജ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് മുമ്പായിട്ട് നിങ്ങളോട് മറ്റൊരു കാര്യം പറയാം. അതായത് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ വന്ന കോളേജുകൾ ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം മുൻ വർഷം, അതായത് കഴിഞ്ഞ വർഷം ഈ ഒരു ഓപ്ഷൻ ആഡ് ചെയ്യാനുള്ള സൗകര്യം നൽകിയിട്ടുണ്ടായിരുന്നില്ല. നൽകിയിട്ടുള്ള ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ നൽകിയ ഓപ്ഷനിൽ വേണ്ടാത്ത ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനുമുള്ള സൗകര്യമാണ് ഈ ഒരു കഴിഞ്ഞ വർഷം നൽകിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ഏതൊരുവിധ സ്കൂളിലേക്ക്, അതായത് ഏതൊരുവിധ കോളേജിലേക്കും ഏത് കോഴ്സിലേക്കും നിങ്ങൾ ഇപ്പോൾ തന്നെ ഓപ്ഷൻ നൽകേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഓപ്ഷൻ നൽകി നിങ്ങൾക്ക് ഓഗസ്റ്റ് 15-ാം തീയതി വരെ ഓപ്ഷൻസിൽ എന്ത് തരത്തിലുള്ള മാറ്റങ്ങൾ വേണമെങ്കിലും, അതായത് ഓപ്ഷൻസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസിൽ എന്ത് മാറ്റങ്ങൾ വേണമെങ്കിലും ഇപ്പോൾ ഓഗസ്റ്റ് 15-ാം തീയതി വരെ ഓപ്ഷൻ നൽകി സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓഗസ്റ്റ് 15 വരെയാണ് ഇതിനുള്ള സൗകര്യം ഉണ്ടാകുക. ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം ഇതിനുള്ള സൗകര്യം, അതായത് പുതിയതായിട്ട് വന്നിട്ടുള്ള കോളേജിൽ ആഡ് ചെയ്യാനുള്ള സൗകര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു കോളേജ് കോഴ്സ് ലിസ്റ്റിലുള്ള ആ ഒരു കോഴ്സും കോളേജും പിന്നീട് ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം പുതുതായിട്ട് നൽകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്ന കോഴ്സുകൾ, കോളേജുകൾ എന്നിവ ഇപ്പോൾ തന്നെ ഓപ്ഷൻസ് ആയിട്ട്, അതായത് ഓഗസ്റ്റ് 15-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻസ് ആയിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് എങ്ങനെയാണ് ഓപ്ഷൻ നൽകേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സ് പഠിക്കാനാണ് താല്പര്യം, ഏത് കോളേജിലാണ് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം, അതനുസരിച്ച് വേണം നിങ്ങൾ ഓപ്ഷൻ നൽകാനായിട്ട്. ആദ്യം നമുക്ക് ഓരോ കോളേജിലെയും ഫീ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇപ്പോൾ പ്രധാനമായിട്ടും നഴ്സിംഗിൻ്റെ ഫീസാണ് നോക്കുന്നത്. കാരണം ബാക്കി ഫീസ് നഴ്സിംഗിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നഴ്സിംഗിൻ്റെ ഫീസ് നോക്കുന്നത്. അപ്പോൾ നഴ്സിംഗിൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഗവൺമെൻറ് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ 23,170 രൂപ മാത്രമാണ് നിങ്ങൾ ടോക്കൺ ഫീ ആയിട്ടും ടോട്ടലായിട്ടും അടക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് 23,170 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. ഇനി അതേസമയം നിങ്ങൾക്കിപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജിലെ മെറിറ്റ് സീറ്റിലായാലും മാനേജ്മെൻറ്റ് സീറ്റിലായാലും ഫീസ് വരുന്നത് ഏകദേശം 1,13,000 രൂപയാണ്. ഈ ഒരു 13,000-ൽ ഈ ഒരു 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റാണ് വരിക. അപ്പോൾ അത് കൂട്ടിയിട്ടാണ് ടോട്ടൽ 1,13,000 രൂപ ആദ്യ വർഷത്തെ ഫീസ് വരുന്നത്. പിന്നീട് 2-ാം വർഷം മുതൽ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിൽ 1,02,000 സംതിങ് രൂപ മാത്രമാണ്, അല്ലെങ്കിൽ 1,03,000 രൂപ മാത്രമാണ് ഫീസ് വരിക. ഇനി SC ST വിദ്യാർത്ഥികൾ ആണെങ്കിൽ, അതുപോലെ OEC വിഭാഗത്തിൽ ഫീസ് ആനുകൂല്യം ഉള്ള വിദ്യാർത്ഥികളും അതുപോലെ OEC വിഭാഗക്കാർക്കും ടോക്കൺ ഫീ ഇനത്തിൽ ആദ്യം എവിടെ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും 1000 രൂപ മാത്രമാണ് അടക്കേണ്ടി വരിക. എന്നാൽ SC, അതുപോലെ തന്നെ ST, അതുപോലെ തന്നെ OECയിൽ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഈ ഒരു അഡ്മിഷൻ ലഭിക്കുന്ന സമയത്തും ഈ ഒരു, അതായത് OECയിൽ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ എന്നിവർക്കും ഈ ഒരു ഗവൺമെൻറ് അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജുകളിലെ മെറിറ്റ് സീറ്റുകളിൽ ആണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു 1000 രൂപ മാത്രമാണ് ഫീസ് ഇനത്തിൽ അടക്കേണ്ടതായിട്ട് വരിക. അതേസമയം സെൽഫ് ഫിനാൻസിൽ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഒരു 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് ഇനത്തിൽ അടക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതായത് നിങ്ങൾ SC ST അതുപോലെ തന്നെ OEC വിഭാഗത്തിൽ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ കിട്ടിയാലും സെൽഫ് ഫിനാൻസിലെ മെറിറ്റ് സീറ്റിൽ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഫീസ് വരുന്നത് ഈ ഒരു 1000 രൂപ
രൂപ മാത്രമാണ് ഫീസ് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ ഫീസൊന്നും വരുന്നില്ല. അതേസമയം നിങ്ങൾക്ക് ഈ ഒരു SC ST OEC വിഭാഗത്തിൽ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ ആയിരുന്നാലും അതുപോലെ തന്നെ ഈ ഒരു ഫീസ് ആനുകൂല്യം ഇല്ലാത്ത വിദ്യാർത്ഥികൾ ആയിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു മാനേജ്മെൻറ്റ് സീറ്റിലാണ്, സെൽഫ് ഫിനാൻസ് കോളേജിലെ മാനേജ്മെൻറ്റ് സീറ്റിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നത് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കോമൺ ആയിട്ടുള്ള ഫീസ് തന്നെയായിട്ട് വരും. അതായത് 1000 രൂപ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു 1,13,000 രൂപയുടെ ബാക്കിയായിട്ടുള്ള 1,12,000 രൂപ വിദ്യാർത്ഥികൾ കോളേജിൽ അടയ്ക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതായത് നിങ്ങൾ SC ST OEC കാറ്റഗറി ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ ആയിരുന്നാലും നിങ്ങൾക്ക് മെറിറ്റ് സീറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു രീതിയിൽ ഫീസ് ആനുകൂല്യം ലഭിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു സ്കോളർഷിപ്പിന് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അതായത് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ കോഴ്സിൻ്റെ ഫീ ഡീറ്റെയിൽസ് മനസ്സിലായിട്ടുണ്ടാകും. അതായത് നിങ്ങളിപ്പോൾ SC ST OEC വിഭാഗത്തിൽ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ, ഫീസ് ആനുകൂല്യം ഇല്ലാത്ത വിദ്യാർത്ഥികൾ എന്നിവർക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ 1000 രൂപ മാത്രമാണ് അടയ്ക്കേണ്ടതായിട്ട് വരിക. അതേസമയം നിങ്ങൾ SC ST OEC വിഭാഗത്തിൽ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ്റിലെ സീറ്റ്, അതായത് ഗവൺമെൻറ് കോളേജിലെ സീറ്റ് കിട്ടിയാലും സെൽഫ് ഫിനാൻസ് കോളേജിലെ ഈ ഒരു മെറിറ്റ് സീറ്റ് കിട്ടിയാലും നിങ്ങൾക്ക് 1000 രൂപ മാത്രമാണ്, അതായത് ആദ്യം അടച്ച 1000 രൂപ മാത്രമാണ് ഫീസ് വരിക. അതേസമയം നിങ്ങൾക്ക് OEC കാറ്റഗറിയിൽ ഫീസ് ആനുകൂല്യം ഇല്ലാത്ത വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സെൽഫ് ഫിനാൻസിലെ മാനേജ്മെൻറ്റ് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, മെറിറ്റ് സീറ്റ് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ ആ ഒരു ഫീസ്, അതായത് ഏകദേശം 1,13,000 രൂപ നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ SC ST OEC വിഭാഗത്തിൽ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ ആയിരുന്നാൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു സെൽഫ് ഫിനാൻസിലെ മാനേജ്മെൻറ്റ് സീറ്റിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് ഫീസ് മുഴുവനായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫീ ഡീറ്റെയിൽസ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി എങ്ങനെ ഓപ്ഷൻ നൽകാം എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ 10 ഓപ്ഷൻസാണ് നൽകുന്നത് എന്ന് കരുതുക. ഇപ്പോൾ 5 ഓപ്ഷൻസ് ആദ്യം ഗവൺമെൻറ് കോളേജിലേക്കാണ് വെച്ചിട്ടുള്ളതെന്ന് കരുതുക. ഇനി അടുത്തതായിട്ടുള്ളത് 6ാമത്തെ ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു 6ാമത്തെ ഓപ്ഷൻ കൊടുക്കുന്നത്, അതായത് ഈ ഒരു 6ാമത്തെ ഓപ്ഷൻ മുതൽ ഈ ഒരു 10ാമത്തെ ഓപ്ഷൻ വരെ കൊടുത്തിരിക്കുന്നത് സെൽഫ് ഫിനാൻസ് കോളേജിലാണെന്ന് കരുതുക. അപ്പോൾ ആദ്യം കൊടുത്തിട്ടുള്ള ഗവൺമെൻറ് കോളേജാണ്, പിന്നീട് കൊടുത്തിട്ടുള്ളത് സെൽഫ് ഫിനാൻസ് കോളേജാണ്. അപ്പോൾ ഈ ഒരു 6ാമത്തെ ഓപ്ഷൻ സെൽഫ് ഫിനാൻസ് കോളേജാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജിൽ 6ാമത്തെ ഓപ്ഷനിലാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് കരുതുക. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്യുന്നു? ടോക്കൺ ഫീ ഇനത്തിൽ 25,000 രൂപയാണ് ആ ഒരു വിദ്യാർത്ഥി അടക്കേണ്ടി വരിക. SC ST OEC കാറ്റഗറി ആണെങ്കിൽ 1000 രൂപ മാത്രമാണ് ടോക്കൺ ഫീ ഇനത്തിൽ അടക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥി 25,000 രൂപ അടക്കുകയും അടച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് പിന്നീട് അതായത് ആ ഒരു വിദ്യാർത്ഥിക്ക് 6ാമത്തെ ഓപ്ഷൻ കിട്ടുന്ന സമയത്ത് അതിന് താഴെയുള്ള 7 തൊട്ട് 10 വരെയുള്ള ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യും. പിന്നീട് വരുന്ന സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിൽ ഈ ഒരു 1 മുതൽ 5 വരെയുള്ള ഹയർ ഓപ്ഷൻ, അതായത് ഇപ്പോൾ ലഭിക്കുന്ന ഓപ്ഷൻ്റെ മുകളിലുള്ള ഓപ്ഷനാണ് ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഹയർ ഓപ്ഷനിലേക്കാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് പിന്നീട് അവരെ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുക. പിന്നീട് ആ ഒരു ഘട്ടത്തിൽ പുതുതായിട്ട് വരുന്ന കോളേജുകൾ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു കോളേജ്, അതായത് ഇതിനിടയിലായിട്ട് ഓപ്ഷൻ 5ാം ഓപ്ഷന് ശേഷം പിന്നീട് 6-7 ഓപ്ഷനുകളായിട്ട് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നാമതൊക്കെ ആയിട്ട് ഓപ്ഷനായിട്ടോ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന കോഴ്സുകൾ അതുപോലെ തന്നെ കോളേജുകൾ ഏതൊക്കെയാണ്, അതനുസരിച്ച് നിങ്ങളുടെ പ്രയോറിറ്റി ബേസിലായിരിക്കണം ഓപ്ഷൻ നൽകേണ്ടത്. കാരണം നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടുകയാണെങ്കിൽ പിന്നീട് അതിന് താഴെയുള്ള എല്ലാ ഓപ്ഷനും ഡിലീറ്റ് ചെയ്യപ്പെടുകയും പിന്നീട് ഇതിന് മുകളിലുള്ള ഓപ്ഷനുകളെ മാത്രമേ പിന്നീട് നിങ്ങളുടെ ഓപ്ഷനുകളായിട്ട് അതായത് അടുത്ത 3 അതുപോലെ 2 അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവിധ കോളേജിലേക്കും ഓപ്ഷൻസ് കൊടുക്കുക. അതായത് നിങ്ങളുടെ അഡ്മിഷൻ എടുക്കാനുള്ള താല്പര്യം അനുസരിച്ച് വേണം ഓപ്ഷൻ കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഫീ ഡീറ്റെയിൽസും കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് സെൽഫ് ഫിനാൻസിൽ ആണെങ്കിൽ ഏകദേശം ഒരു വർഷം ഏകദേശം 1,00,000-ലധികം രൂപ വരും. അതുപോലെ തന്നെ നിങ്ങളുടെ യൂണിഫോം, ബുക്ക്, അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫീസ്, അതുപോലെ മെസ്സ് എന്നിങ്ങനെയൊക്കെയുള്ള ഫീസ് എക്സ്ട്രാ ഇതിനോടൊപ്പം വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓപ്ഷൻ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ നേടാൻ താല്പര്യമുള്ള കോളേജും അതുപോലെ തന്നെ കോഴ്സുമായിരിക്കണം വിദ്യാർത്ഥികൾ ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്തേണ്ടത്. എത്ര ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു പല വിദ്യാർത്ഥികൾക്കുമുള്ള ഒരു സംശയമായിരിക്കും, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജിൽ കിട്ടുകയാണ്, നിങ്ങൾ അവിടെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത്. ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കാതിരുന്നാൽ ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടും. പിന്നീട് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ മാത്രമാണ് പങ്കെടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി, അവിടെ നിങ്ങൾ
പെർമനൻ്റ് അല്ല, അവിടെ ആ ഒരു പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലുള്ള ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്യാനും അതുപോലെ എഡിറ്റ് ചെയ്യാനുമുള്ള സൗകര്യം ഉണ്ടാവും. പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്ന ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യപ്പെടുകയും പിന്നീട് പുതുതായിട്ട് ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് അവിടേക്ക് നിങ്ങളുടെ അഡ്മിഷൻ ചേഞ്ച് ആവുന്നതും ആയിരിക്കും. ഇതേ രീതിയിൽ തന്നെ അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടുകയാണെങ്കിൽ ആ ഒരു ഓപ്ഷനിലേക്കായിരിക്കും നിങ്ങൾക്ക് പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് പല വിദ്യാർത്ഥികൾക്കും ശ്രദ്ധിക്കേണ്ട കാര്യം, ഫീസ് മുഴുവനായിട്ട് ആ ഒരു അഡ്മിഷൻ ടൈമിൽ തന്നെ അടയ്ക്കേണ്ടതായിട്ട് വരും. അതായത് 1,00,000ൻ്റെ ബാക്കിയായിട്ടുള്ള ഏകദേശം ഒരു 80,000-ഓളം രൂപ നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ അടയ്ക്കേണ്ടതായിട്ട് വരും. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ SC, ST, OEC വിദ്യാർത്ഥികൾക്ക് ഏകദേശം 10,000 രൂപ കോസ്റ്റ് ഡെപ്പോസിറ്റത്തിൽ അടക്കാനായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു SC, ST, OEC വിഭാഗത്തിൽ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സീറ്റിലാണ് കിട്ടുന്നതെങ്കിൽ ഏകദേശം 1,12,000-ഓളം രൂപ അഡ്മിഷൻ ടൈമിൽ അടക്കേണ്ടതായിട്ട് വരും എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ NRI കോട്ട, മാനേജ്മെൻറ്റ് കോട്ട എന്നിവയിൽ NRI സീറ്റിൽ NRI ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത വിദ്യാർത്ഥികൾ മാത്രമാണ്, അത് ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ മാത്രമേ NRI സീറ്റിലേക്ക് ഓപ്ഷൻ വെക്കേണ്ടതുള്ളൂ. കാരണം NRI സീറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഏകദേശം 1,50,000 രൂപയോളമാണ് ഫീസ് വരുന്നത്. അപ്പോൾ അക്കാര്യം വിദ്യാർത്ഥികൾ അത് ഒരു വർഷം 1,50,000 രൂപയാണ് ഈ ഒരു അതായത് സെൽഫ് ഫിനാൻസ് കോളേജിലെ ഈ ഒരു NRI സീറ്റിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫീ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊരു കോളേജും ഏതൊരു കോഴ്സുകളും എത്ര ഓപ്ഷൻ വേണമെങ്കിലും ഈ ഒരു ഘട്ടത്തിൽ വെക്കാൻ സാധിക്കും. ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഓപ്ഷൻ എഡിറ്റ് ചെയ്യാനും റീ അറേഞ്ച് ചെയ്യാനുമുള്ള സൗകര്യം മാത്രമാണുള്ളത്. പുതിയ കോളേജ് കോഴ്സ് ഓപ്ഷൻ ആഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിനും സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പുതിയ കോളേജുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല എങ്കിലും ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുമുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിനായി മുൻപായിട്ട് അതായത് ഓഗസ്റ്റ് 15-ാം തീയതി വരെ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസിൽ എന്ത് തരത്തിലുള്ള മാറ്റം, അതായത് ഓപ്ഷൻ പുതിയത് ആഡ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റീ അറേഞ്ച് ചെയ്യാനോ ഉള്ള സൗകര്യം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ ആദ്യം അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അതായത് ആദ്യം അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്ന ശേഷം അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിലാണ് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ആ ഒരു ഘട്ടത്തിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരികയില്ല. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടി ഫീ പേയ്മെൻറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികളെ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും ആ ഒരു 1 ശേഷമുള്ള 2, 3 അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കുകയും ഇല്ല എന്നുള്ളതാണ്. അതുപോലെ ഓപ്ഷൻ നൽകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളായിരിക്കണം ഓപ്ഷൻ നൽകേണ്ടത്. കാരണം ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ട് അതായത് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലെ മാനേജ്മെൻറ്റ് സീറ്റിലൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ അവിടെ നിന്നും സാധാരണഗതിയിൽ NOC സർട്ടിഫിക്കറ്റ് നൽകാറില്ല. NOC സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം അഡ്മിഷൻ എടുത്ത കോളേജിൽ നിന്നും നിങ്ങളുടെ എല്ലാവിധ ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ നിങ്ങൾ നൽകിയുള്ള പൈസയും നിങ്ങൾക്ക് റീഫണ്ടായിട്ട് തരുമെന്ന് കോളേജ് നൽകുന്ന ഉറപ്പാണ്. അത് സാധാരണഗതിയിൽ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സീറ്റിൽ കിട്ടുകയാണെങ്കിൽ ആ ഒരു കോളേജ് സാധാരണ NOC നൽകാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഓപ്ഷൻ നൽകുന്ന സമയത്ത് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ NRI സീറ്റ് ആണെങ്കിൽ ഏകദേശം 1,50,000 രൂപയാണ് ഫീസ് നഴ്സിങ്ങിന് വരുന്നത്. അതുപോലെ മറ്റ് MLT, അതുപോലെ തന്നെ BPT, അതുപോലെ തന്നെ മറ്റ് വിവിധ കോഴ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് ഏതൊക്കെയാണ് അതിനനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ചില കോളേജുകൾക്ക് INC അപ്രൂവൽ നിലവിൽ ഇല്ല. അപ്പോൾ അത് ചിലപ്പോൾ അവിടുത്തെ വെരിഫിക്കേഷൻ ഇനി നടന്ന ശേഷം മാത്രമായിരിക്കും അവിടെ ആ ഒരു INCയുടെ അപ്രൂവൽ ലഭ്യമാകുക. അപ്പോൾ അത് നിങ്ങളുടെ ഒരു റിസ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.